ഒരു ഡ്രൈവർ അല്ലേ എന്നാണ് അവർ പറഞ്ഞത്. ജൂലൈ 16 രാവിലെ 8:30ക്കും 9:30ക്കും നടന്ന ഒരു അപകടം. വേറൊന്നുമല്ല, നമ്മുടെ അർജുന്റെ കാര്യമാണ് പറയുന്നത്. അർജുന് വേണ്ടിയിട്ട് തിരച്ചിലുകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തടി കയറ്റാൻ വേണ്ടിയിട്ട് കർണാടക ഗോവ ബോർഡറിലുള്ള രാമഗിരി എന്ന പ്രദേശത്തേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്താണ് അർജുൻ ഈ ഒരു അപകടം സംഭവിക്കുന്നത്. സാധാരണയായിട്ട് ഷിരൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഈ ഒരു മണ്ണിടിച്ചിലും കാര്യങ്ങളും നടന്ന ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രദേശത്ത് ഒരുപാട് വണ്ടികൾ, ലോറികൾ സാധാരണയായിട്ട് നിർത്തിയിടാറുണ്ട്. നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കുന്ന സമയത്ത് പോലും മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു സ്ഥലം എത്രത്തോളം ഡേഞ്ചറസ് ആണ്. ഈ ഒരു സ്ഥലം മണ്ണിടിച്ചിലിന് മുമ്പുള്ളതും മണ്ണിടിച്ചിലിന് ശേഷമുള്ളതും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ അതിന് മുൻപ് പോയിട്ടുള്ള ആൾക്കാർക്ക് പോലും അവിടെ ചെന്നാൽ ഈ ഒരു മണ്ണിടിച്ചിൽ നടന്ന ശേഷം അവിടെ എന്തു ചെയ്യണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏത് ഭാഗത്തോട്ട് പോകണം? കാരണം 300 മീറ്ററോളം, നിങ്ങൾ മനസ്സിലാക്കണം, 300 മീറ്ററോളം മാറിയിട്ട് അത്രയും ദൂരത്തേക്ക് വരെ ഈ മണ്ണിടിച്ചിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു നദിയിലേക്ക് വരെ ഈ മണ്ണിടിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് 2 റോഡുകളുണ്ട്, ഹൈവേ റോഡുകൾ പോലെ. നമുക്കറിയാലോ 2 റോഡുകളുടെ ഒരു വീതി, അത്രയും വീതിയില്ല ഹൈവേ റോഡ്. ആ ഒരു റോഡ് കടന്ന് അതിനപ്പുറത്തേക്ക് ആ നദിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ലോറി, ഈ ടാങ്കർ ലോറികളുള്ള അത്രയും വലിയൊരു ലോറി തന്നെ ഈ മണ്ണിടിച്ചിലിൽ നേരെ പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പുഴയിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു ലോറിയെ പോലും അവിടെ എത്തിക്കണമെങ്കിൽ എത്രത്തോളം ഭയാനകമായിട്ടുള്ള ഒരു മണ്ണിടിച്ചിലാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത്രത്തോളം ഭയാനകമാണ്. കാരണം അവിടെ ഇതിനു മുൻപ് ആ ഒരു പ്രദേശം കണ്ട ആൾക്ക് മണ്ണിടിച്ചിലിന് ശേഷം ആ ഒരു പ്രദേശം കാണുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് നമുക്ക് അവിടെ കാണപ്പെടുന്നതായിട്ട് തോന്നും. കാരണം ആ രീതിയിലേക്ക് ആ പ്രദേശം മാറി. ആ മണ്ണിടിഞ്ഞ് 2 റോഡുകൾ മൊത്തം മൂടി ആ ഒരു നദിയിലേക്ക് അത് വീണു. എന്നിട്ട് ആ ഒരു ലോറി, അതുപോലെ തന്നെ കർണാടക സർക്കാർ ഇതിൽ കാണിച്ച ഒരു അനാസ്ഥ എന്ന് പറയുന്നത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സംഭവം നടന്നിട്ട് ഇപ്പം 6 ദിവസം ആകാനായി. എന്നിട്ടും ഈ ഒരു കാര്യത്തിൽ അവർ മന്ദഗതിയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 3 മണി വരെ, ഉച്ച 3 മണി വരെ അവർ നടത്തിയത് തികച്ചും അനാസ്ഥ നിറഞ്ഞൊരു കാര്യങ്ങളായിരുന്നു. കാരണം അവിടെ നമ്മുടെ ലോറി ഡ്രൈവറായിട്ടുള്ള മനാഫ് എന്ന് പറയുന്ന വ്യക്തി, നമുക്ക് എടുത്തു പറയേണ്ട ഒരു സല്യൂട്ട് കൊടുക്കേണ്ട ഒരാളാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തി. കാരണം ലോറി ഡ്രൈവർ അല്ല, ഓണർ ആയിട്ടുള്ള മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മളൊരു സല്യൂട്ട് കൊടുക്കണം. കാരണം ഓണർ എന്നതിലുപരി നമ്മുടെ കൂടെയുള്ളൊരു സഹജീവിക്കാണ് ഇങ്ങനൊരു സംഭവം നടന്നത് എന്ന് ഉള്ള രീതിയിൽ നമ്മൾ അത്രയും മുൻപിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ അത്രയും ഇടപെട്ട് നമ്മുടെ കർണാടക ആ ഒരു സ്ഥലത്ത് പോയി, അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അവർ നിങ്ങൾ നല്ല രീതിയിലല്ല ഇത് കൊണ്ടുപോകുന്നത്, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക കുറച്ചും കൂടി എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തിരഞ്ഞത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പോയി അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് അത്രയും പ്രയത്നിച്ച ഒരാളാണ്. ഓണർ എന്നുള്ള ഒരു മുതലാളിയുടെ ആ ഒരു കുങ്കോ കാര്യങ്ങളോ ഇല്ലാതെ സ്വന്തം സഹജീവി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ് നമ്മുടെ മനാഫ് എന്ന് പറയുന്നത്. അയാൾക്കൊരു സല്യൂട്ട് കൊടുത്തേ തീരൂ. അതുപോലെ തന്നെ മനാഫ് അവിടെ ചെന്ന സമയത്ത് ഈ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് കർണാടകയിലെ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അനാസ്ഥ, അതായത് നമ്മുടെ മനാഫിനെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് വന്ന വീഡിയോകൾ പുറത്തിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്കും നമുക്കൊന്ന് പോകാം, അതിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. കാരണം ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരളത്തിന് പുറത്ത് നമ്മൾ പോകുന്ന സമയത്ത് എത്രത്തോളം ഭയാനകമായിട്ടുള്ള ദയാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം. ഈ കണ്ട വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും മോശം രീതിയിൽ ഇവിടെ ചെന്ന സമയത്ത് മനാഫിന്റെ അടുത്ത് പെരുമാറിയെന്ന് മാത്രമല്ല, അവരോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. വെറും ലോറി ഡ്രൈവർ അല്ലേ ഈ മണ്ണിനടിയിൽ കിടക്കുന്നത്? ഈ ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി കേരളത്തിൽ നിന്നും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത്രയും ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത് എന്തിനാണ്? ഇത് മന്ദഗതിയിൽ പോയാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇതാണ് അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു രീതി. കർണാടകയിൽ ചെന്ന് അല്ലെങ്കിൽ പുറത്ത് നമ്മൾ പോകുന്ന സമയത്ത് ആ ഒരു ബോർഡറിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കേരള ബോർഡർ കഴിഞ്ഞ് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് പല സ്റ്റേറ്റുകളിലും നമ്മൾ പോയാൽ ഇതാണ് നമ്മുടെ അവസ്ഥ.
ഇവിടുന്ന് മീഡിയാസും കാര്യങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് വലിയ വിഷയമാക്കിയ ശേഷം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പൊളിറ്റീഷ്യന്റെ ഭാഗത്തു നിന്നും ഒക്കെ പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ ഭാഗത്തു നിന്നും സമ്മർദ്ദം വന്നതിന്റെ പിന്നാലെയാണ് ഇവർക്ക് കുറച്ചെങ്കിലും ഒരു ചൂടുണ്ടാകുന്നത്. അല്ലാതെ അവിടെ ഒരു വിഷയവും, സത്യം പറഞ്ഞാൽ ഇത് മീഡിയയിൽ വന്ന് ഇത്രയും വിഷയമായിട്ടില്ലായിരുന്നു എങ്കിൽ ഇത് മണ്ണടിഞ്ഞു പോകുന്നത് പോലെ തന്നെ, ഈ മണ്ണിടിച്ചിൽ പോലെ തന്നെ അത് അവിടെ കിടന്ന് പോയേനെ. അർജുൻ സഞ്ചരിച്ച ആ അർജുന്റെ ലോറിയുടെ ആ ഒരു ഭാരം എന്ന് പറയുന്നത് 8 ടണ്ണായിരുന്നു. 8610 കിലോഗ്രാം ആയിരുന്നു. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, തടി, അതിൽ ഉണ്ടാകുന്ന തടിയുടെ ഭാരം കൂടി കണക്കാക്കുകയാണെങ്കിൽ അത് 12 ടണ്ണായിട്ട് നമുക്ക് ഏകദേശം കണക്ക് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ 20 ടണ്ണോളം ഉള്ള ഭാരമുള്ള ഒരു ലോറി ആയിരുന്നു അത്. അത് കൂടാതെ തന്നെ ഈ ഒരു ഭാരത് ബെൻസിൻ്റെതാണ് ഈ ഒരു ലോറി എന്ന് പറയുന്നത്. അപ്പൊ അവര് ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഇത് ഇത്രയും ഭാരം വന്നാൽ അല്ലെങ്കിൽ അത്ര വേഗം ഒന്നും പോകുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്ലൊക്കെ എടുത്തെറിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പൊട്ടിപ്പോകുന്നതോ അതിന് മുകളിൽ എത്ര ഭാരം വീണാലും പോകാതെ അത്രയും കനത്തിൽ ആണ് അവരത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ GPS കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഇത് റണ്ണിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും അവർക്ക് വ്യക്തമായിട്ട് കിട്ടും. അപ്പൊ അവരതിനെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇവരുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ഇത് റണ്ണിങ്ങിലല്ല, ഇത് കറക്റ്റ് ആയിട്ട് ആ മണ്ണിനടിയിലുള്ള ആ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇവരും കൊടുത്തിരിക്കുന്നത്. അപ്പൊ വ്യക്തമായിട്ട് അതിനുള്ളിൽ തന്നെയാണ് ഈ ലോറി കുടുങ്ങിക്കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും, അതുപോലെ തന്നെ മധ്യഭാഗത്താണ് കിടക്കുന്നത് എന്നും എല്ലാം വ്യക്തമായിട്ട് ആര് പറഞ്ഞു, ഈ മനാഫ് വന്ന സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും, അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നോക്കണം എന്ന് വെച്ചിട്ട് ഇപ്പം പുഴയിലടക്കം, അതായത് ഇനി ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ ആരെങ്കിലും പുഴയിലോ കാര്യങ്ങളിലോ വീണിട്ടുണ്ടോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് കൂടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് കൂടി പുഴയിലും കൂടി തിരച്ചിലുകൾ നടക്കുന്നുണ്ട്. അർജുൻ അവിടെ ലോറി വിശ്രമിക്കാൻ വേണ്ടി നിർത്തിയ സമയത്ത് ആ ഒരു ചില്ല് അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ അത് ഭയാനകമായിട്ട് അല്ലെങ്കിൽ അത് വേറെ രീതിയിലേക്ക് പോകും, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ആ രീതിയിലായിരിക്കില്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എല്ലാം നമ്മുടെ ഒരു ശുഭപ്രതീക്ഷയാണ്, അങ്ങനെ ആയിരിക്കരുത്, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ അർജുന്റെ സഹോദരി അല്ലെങ്കിൽ അർജുന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ന്യൂസ് ചാനലിൽ കണ്ടിരുന്നു, ഫോൺ റിങ് ചെയ്തു എന്ന് പറയുന്നത്. അതായത് അർജുന് 2 ഫോണുകളാണ് ഉള്ളത്. അതിൽ ഒന്ന് എത്ര അടിച്ചിട്ടും റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു. നമ്മുടെ രണ്ടാമത്തെ ഫോണിലേക്ക് അടിച്ച സമയത്ത് ആദ്യം റിങ് ചെയ്തില്ല, രണ്ടാമത് പിറ്റേ ദിവസം എന്ത് ചെയ്തു, അത് റിങ് ചെയ്തു എന്ന് പറഞ്ഞു. ആ റിങ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സമയമുണ്ട്, ഇത് കുറച്ച് ദിവസം മുൻപാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ കാണാതായിട്ട് കുറച്ച് ദിവസം ആയല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗോൾഡൻ ഹവർ ആയിരുന്നു അത് എന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ മിസ്സിംഗ് ആയ ഒരാളുടെ ഫോണ് റിങ് ചെയ്തു, ആദ്യം റിങ് ചെയ്തില്ല പിന്നെ റിങ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്നിക്കിൽ അത് വേറെ ആരും അത് ഓണാക്കാൻ അവിടെ ഇല്ല. അത് നമ്മുടെ അർജുൻ തന്നെ ആയിരിക്കണം എടുത്തിട്ട് അത് ഓണാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. നമ്മുടെ ഒരു അനുമാനമാണ്, നമുക്കത് ശുഭപ്രതീക്ഷ. കാരണം നമുക്കൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്, അർജുന ജീവനോടെ കിട്ടണേ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. കാരണം അർജുൻ ആയിരിക്കും, അല്ലാതെ വേറെ ആരും ഇത് ഓണാക്കാനില്ല. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, നമ്മുടെ പോലീസുകാർക്ക് അത് ലൊക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എവിടെയാണ് വ്യക്തമായിട്ട് റിങ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് അവിടെ ആ ഒരു സ്ഥലത്തല്ലേ. അപ്പം അവിടെ നമുക്ക് കിട്ടുന്ന സമയത്ത് അത് ചെയ്യാമായിരുന്നു. ഇതൊക്കെ കിട്ടിയിട്ടും ഒന്നും ചെയ്യാതിരുന്ന കർണാടക പോലീസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം കർണാടക പോലീസിന്റെ അനാസ്ഥ എന്ന് പറയുന്നത് വളരെയധികം. കാരണം ആ ഒരു ഈ സംഭവം നടന്നിട്ട് 5 ദിവസം വേണ്ടി വന്നില്ലേ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആർമിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അവര് തിരച്ചിലുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് നല്ല രീതിയിൽ പോട്ടിയെന്ന് പറയാം. പക്ഷെ ആർമി വരുന്നുണ്ടെങ്കിൽ പോലും ഈ ആർമിയുടെ കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ആർമിയുടെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് ആർമിയുടെ കയ്യിലുള്ള മെഷീൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ആ സ്പെഷ്യൽ ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അവരുടെ കയ്യിൽ ഉണ്ടാകുന്ന മെഷീൻസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ അവർക്ക് ചെയ്യാം. അല്ലാതെ കൂടുതൽ ഐഡിയാസും കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതലായിട്ട് കൊടുക്കാം. അവർക്ക് എക്സ്പേർട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഒരുപാടുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നല്ലാതെ
അവിടെ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്കത് കണ്ടറിയാം. കാരണം ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്കിപ്പോൾ ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ നമ്മുടെ ജമ്മു ഇങ്ങനെയുള്ള സ്ഥലത്താണ് മഞ്ഞുവീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാകുന്ന അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുക, ആർമിയും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളും നമ്മുടെ മെഷീൻസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുക. അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സമയം കാര്യങ്ങളൊക്കെ ഇനി നമുക്കില്ല. അപ്പോൾ ഈ വരുന്ന ആർമിയുടെ കയ്യിൽ എന്ന് വെച്ചാൽ നമ്മുടെ അത്യാവശ്യം ഇവിടെയുള്ള അതേ ഉപകരണങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ അവർ കൂടുതൽ ഊർജിതമായിട്ട് തിരച്ചിൽ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ ഭാഗത്ത് നിന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് അർജുനെ കിട്ടണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ന്യൂസുകൾ, പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ മണ്ണിനടിയിൽ തന്നെ അർജുൻ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ അനുമാനങ്ങളും കാര്യങ്ങളൊക്കെ ശരിയായി, അതായത് അർജുന് വേറെ പരിക്കുകളൊന്നും പറ്റാതെ നല്ല രീതിയിൽ അർജുനെ നമുക്ക് തിരിച്ചു കിട്ടണം. അതുപോലെ അർജുനെ മാത്രമല്ല, അർജുന്റെ കൂടെ 2 പേരും കൂടിയുണ്ട്. അവരും നമ്മുടെ സഹജീവികൾ തന്നെയാണ്. അപ്പൊ അവർക്കും ഒന്നും പറ്റാതെ എല്ലാവരും നല്ല രീതിയിൽ സേഫായി ഇരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ആർമിയും കാര്യങ്ങളും വന്ന് എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള തിരച്ചിലുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മുടെ കർണാടക സർക്കാരിന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം അത്രയും മോശം രീതിയിലുള്ള ഒരു അവസ്ഥ അവർ കാണിച്ചത് കൊണ്ടാണ് ഇത്രയും എന്താ പറയുക ലേറ്റായി ഇത്രയും ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് പോയത്. നമുക്ക് ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, നമുക്കറിയാം അത്രയും മോശമായിട്ടുള്ളൊരു സ്ഥലമാണത്. അതുപോലെ തന്നെ 300 മീറ്ററോളം ഇപ്പുറത്തേക്ക് എന്നിട്ടാണ് ഈ ഒരു സംഭവം ഇത്രയും. പക്ഷേ ആദ്യം തന്നെ ഒരു മനുഷ്യ ജീവന് വില കൽപ്പിക്കാത്ത രീതിയിലുള്ള കർണാടക പോലീസിന്റെ പെരുമാറ്റവും അനാസ്ഥയാണ് ഇത് ഇത്രയും രൂക്ഷമായ രീതിയിലേക്ക് എത്തിച്ചത്. എന്തായാലും അർജുന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നിൽക്കുന്ന രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന നമ്മുടെ അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. ആ ഒരു വ്യക്തിയൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ആ വ്യക്തികളൊക്കെ ഇതിന്റെ കൂടെ പങ്കു ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം വലിയ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവനോട് കൂടി തന്നെ നമുക്ക് അർജുനെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവരുടെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ എല്ലാവരും അവരുടെ ഫാമിലിയായി മാറിയിരിക്കുകയാണ്. നമ്മൾ മലയാളീസിന്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ഈ കർണാടക പോയപ്പോൾ നമ്മളിപ്പോ കണ്ടല്ലോ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കാര്യം, വെറും ഡ്രൈവർ അല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ അപമാനിക്കുന്ന രീതിയിലാണ് അവര് പറഞ്ഞത്. ഒരു മനുഷ്യ ജീവൻ എന്നുള്ളതിനുപരി ഒരു ഡ്രൈവർ അല്ലേ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മലയാളീസ് എത്രത്തോളം നമ്മൾ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നവരാണ് എന്ന് നമ്മൾ പുറത്തു പോകുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ അതിനൊരു ഉദാഹരണമാണിത്. കാരണം നമ്മുടെ കേരളത്തിലാണ് ഇത് നടന്നിരുന്നത് എങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ കാര്യം കണ്ടുപിടിക്കുമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി പ്രയത്നിക്കും, നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും എത്രത്തോളം ഇതിനുവേണ്ടി പ്രയത്നിക്കും, എത്രത്തോളം വലിയ ന്യൂസായി ഇത് മാറും എന്നുള്ളത് നമ്മൾ ഇതിനു മുൻപ് കഴിഞ്ഞ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അർജുനും മറ്റു കൂടെയുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അർജുനും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം.